ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ما يفتح الله من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا الله لا إله إلا هو فأنى يؤفكون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സത്യസന്ധമായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടാൻ നാം ശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ നിഅമത്തുകൾ അതൊരു ശാപമായി നമുക്ക് തന്നെ എതിരായി വരാതിരിക്കാൻ നാം ശ്രമിക്കണം. അല്ലാഹുവിന് നന്ദി ചെയ്തുകൊണ്ട് ആ നിഅമത്തുകളെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നാണ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. ഓരോരുത്തർക്കും അല്ലാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ ദുരിതവും കഷ്ടപ്പാടുകളും നിറഞ്ഞ മനുഷ്യന്മാരിലേക്ക് നാം തിരിഞ്ഞു നോക്കണം. എത്രത്തോളം അല്ലാഹുവിന്റെ കാരുണ്യവും അവന്റെ റഹ്മത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കേണ്ടതുണ്ട്. നമ്മൾ എത്രമാത്രം അല്ലാഹുവിങ്കലേക്ക് ആവശ്യക്കാരാണ്, എത്രത്തോളം അവനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്ന ആ ഒരു ബോധം വരണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരണം, അല്ലെങ്കിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വന്ന് ദുരിതമനുഭവിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നത് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. ആളുകളെ, മനുഷ്യരെ, നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ സൃഷ്ടാവായ റബ്ബിന് ആവശ്യമുണ്ട്. ഓരോ നിമിഷത്തിലും ഓരോ സെക്കൻഡിലും അള്ളാഹുവിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്.
വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹു ആവട്ടെ അവൻ ആരിലേക്കും ആവശ്യമില്ലാത്ത എല്ലാവരാലും സ്തുതിക്കപ്പെടാൻ അർഹനായ സൃഷ്ടാവുമാണ് എന്ന്. ഈ ആവശ്യബോധം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കേന്ദ്രത്തെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, ആ ആളിനെ നമ്മുടെ ആവശ്യം നിർവഹിച്ചു തരാൻ വേണ്ടി നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുമോ, എത്രമാത്രം ആ ആളുമായുള്ള ബന്ധം നന്നാക്കി തീർക്കുമോ, അതൊക്കെ നമുക്കറിയാമല്ലോ. എന്നാൽ പഠിച്ചവനോടുള്ള ആവശ്യം അതിലൊക്കെ ഏറെയുള്ളതാണെന്നും, അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ആവശ്യമുള്ള നമ്മൾ അള്ളാഹുവിനെ പറ്റി ബോധവാന്മാരായിരിക്കണം ഓരോ നിമിഷത്തിലും എന്നാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ നിഅമത്ത് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കണം. അള്ളാഹുവിൻ്റെ ആശ്രയക്കാരാണ് നമ്മൾ എന്ന ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ എന്നെക്കൊണ്ട് എൻ്റെ കാര്യം പൂർത്തിയാകുകയില്ല, എൻ്റെ പ്ലാനുകളും എൻ്റെ പദ്ധതികളും കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയില്ല, എൻ്റെ സമ്പത്ത് കൊണ്ടോ എൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ടോ എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല, പടച്ചവന്റെ കാരുണ്യമല്ലാതെ മറ്റൊരു മാർഗം എനിക്കില്ലെന്ന തോന്നല് നമ്മുടെ മനസ്സിലുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. നമ്മുടെ കണ്ണിന് കാഴ്ച കൂടുതൽ കിട്ടും, നമ്മുടെ മനസ്സിന് കൂടുതൽ ആലോചിക്കാനുള്ള കഴിവുണ്ടാകും. നാം താനെ അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു വരും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി നാം പ്രവർത്തിക്കും. പക്ഷെ ആ ഒരു ബോധം, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ട് മനുഷ്യരെ എന്ന അള്ളാഹുവിൻ്റെ വിളി കേൾക്കുകയാണ് സഹോദരന്മാരെ നമുക്ക് വേണ്ടത്. എന്തെല്ലാം കാര്യത്തിൽ നമ്മൾ ഉണ്ടായി എന്നത് തന്നെ നമ്മുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ കഴിവല്ലല്ലോ. അത് പഠിച്ചവനല്ലേ നമുക്ക് ഈ ഒരു ജന്മം നൽകിയത്. ഒരു കുഞ്ഞിന്റെ ജന്മം കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട് ഇവിടെ. എന്തു കൊടുത്താലും ഒരു കുഞ്ഞിക്കാല് കണ്ടു കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. അള്ളാഹുവിന്റെ ആ ഒരു മറുപടി കിട്ടാത്തതിന് കാത്തിരിക്കുകയാണല്ലോ ആളുകളൊക്കെ. നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് എത്രമാത്രം സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറാണ്. ആ കുട്ടിയുടെ പ്രസവം, ഒരു കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്നുണ്ട്, അതിനൊരു കേട് പറ്റരുത്, അത് പ്രസവിക്കണം, നന്നായി ഒരു നല്ലൊരു പ്രസവം ഉണ്ടാവണം, ആ കുട്ടി വളരണം, നല്ലൊരു കുഞ്ഞിനെ കിട്ടണം എന്ന് ആഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെലവഴിക്കുന്നുണ്ട്, എത്രയെത്ര ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിനോടല്ലേ നമ്മളതൊക്കെ ചോദിക്കേണ്ടത്. ഇനി ആ കുഞ്ഞ് ജന്മം നൽകിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഓരോ കരച്ചിലും ഉമ്മയുടെയും ഉപ്പയുടെയും കുടുംബത്തിന്റെയും നെഞ്ഞിൽ തറക്കുന്ന വേദനകളാണ്. ആ കുട്ടിക്കൊരു കേടുപാട് പറ്റരുത്, അതിന് രോഗമുണ്ടാവരുത്, അതിന്റെ വളർച്ചയിൽ, അതിന്റെ അവയവങ്ങളിൽ, അതിന്റെ കഴിവുകളിൽ യാതൊരു വൈകല്യവും ഉണ്ടാവരുത്. എല്ലാ നിലക്കും സുരക്ഷിതമായി കുഞ്ഞ് വളരണം. അങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തിയത്. നമ്മൾ ഗർഭത്തിലായപ്പോൾ നമ്മുടെ ഉപ്പയും ഉമ്മയുടെയും മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം അങ്ങനെയായിരുന്നു. അള്ളാഹുവിന്റെ കൃപാകടാക്ഷം കൊണ്ട് ജനിച്ച് വളർന്ന് വലുതാകണം. നമ്മൾ വലുതായപ്പോ ആ മാതാപിതാക്കളെ നമ്മൾ ഓർക്കാറില്ല. നമ്മൾ വലുതായപ്പോ അതിന് കാരണമായ ആ റബ്ബിനെ നമ്മൾ ഓർക്കുന്നുണ്ടോ? ഹൽ അതാഅൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ. ഒരു കാലഘട്ടം നമുക്കൊക്കെ വന്നുപോയിട്ടുണ്ട് എന്ന കാര്യം അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ മനുഷ്യനും ഒരു കാലം വന്നില്ലേ, ലം യകുൻ ശൈഅൻ മദ്കൂറ, അവനൊന്നും ആയിരുന്നില്ലല്ലോ അന്ന്. ഇന്ന് നമ്മൾ എന്തൊക്കെയോ സംഭവമാണ്, നമ്മൾ ആരൊക്കെയോ ആണ്, എന്തൊക്കെയോ കഴിവുള്ളവരാണ്. ഒന്നുമല്ലാത്ത, പറയപ്പെടാവുന്ന ഒന്നുമല്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യന് വന്നിരുന്നില്ലേ? പിന്നെ അല്ലാഹു തആല അവന് ലം യകുൻ ശൈഅൻ മദ്കൂറ,
ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി, ഒട്ടിപ്പിടിക്കുന്ന ബീജത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചുണ്ടാക്കി വളർത്തിയുണ്ടാക്കി. ഫജഅൽനാഹു സമീഅൻ ബസീറ, അവന് കണ്ണുള്ള കാതുള്ള എല്ലാം കേൾക്കാനും കാണാനും കഴിവുള്ള നല്ലൊരു മനുഷ്യനാക്കി വളർത്തി പരീക്ഷിക്കുകയായിരുന്നു നാം. ഈ പരീക്ഷണത്തിൽ നമ്മൾ ജയിച്ചുവോ? എല്ലാ പരീക്ഷയിലും ജയിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മൾ പഠിച്ചവൻ നമുക്ക് നൽകുന്ന ഈ ജീവിതമാകുന്ന പരീക്ഷണത്തിൽ വിജയിച്ചുവോ എന്നാണ് അല്ലാഹു തആല അൽ അതാ, വന്നില്ലേ എന്നിട്ട് നബ്തലീഹി, പരീക്ഷിക്കുകയായിരുന്നു, ആ പരീക്ഷ ജയിച്ചോ എന്നാണ് അല്ലാഹു നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു കാലഘട്ടം, നമ്മുടെ ഈ ജന്മം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. നമ്മൾ ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ അള്ളാഹുവിന്റെ മാത്രം ആഗ്രഹമായിരുന്നു. ആ അള്ളാഹുവിലേക്ക് മനുഷ്യരെ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ആ അള്ളാഹുവിലേക്ക് നിങ്ങൾ ആവശ്യമുള്ളവരാണ്. നമുക്ക് ആയുസ്സും ആഫിയത്തും കിട്ടാൻ ആവശ്യമുള്ളവരാണ് നമ്മൾ അള്ളാഹുവിലേക്ക്. എവിടുന്ന് കിട്ടും അത്? നമുക്ക് ആഫിയത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചല്ലോ, ആഫിയത്ത് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ, ഒന്നും അറിയാത്ത ഒരവസ്ഥയിലായിരുന്നില്ലേ ശൈശവ ദിശയിൽ നിങ്ങളെ മാതാക്കളുടെ വയറിൽ നിന്ന് അല്ലാഹു തആല ഭൂമിയിലേക്ക് അയച്ചത്. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കാഴ്ചകളും കേൾവിയും ഹൃദയവും ഒക്കെ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ളവരായിരിക്കാൻ വേണ്ടി. ആ അല്ലാഹുവിലേക്ക് സഹോദരങ്ങളെ ആവശ്യമുണ്ടെന്നാണ് പറയുന്നത്. നമ്മളെ മാതാക്കളുടെ വയറ്റിൽ നിന്ന് ശൈശവ ദശയിൽ പുറത്തു കൊണ്ടുവന്ന് ഈ കഴിവും ശക്തിയും നൽകിയ, ഈ കഴിവും ശക്തിയും നിലനിന്ന് ഇതോടുകൂടി തന്നെ ആഫിയത്തോടുകൂടി മരിക്കാൻ, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് ആവശ്യമുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ തിന്നാനും കുടിക്കാനും നമുക്ക് അല്ലാഹുവിലേക്ക് ആവശ്യമുണ്ട്. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർക്കുക. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യഅതീകും യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, മുകളിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് റിസ്ക് തരാൻ അല്ലാഹയല്ലാത്ത വേറെ ഏതെങ്കിലും സർക്കാവ് നിങ്ങളുടെ കൂട്ടുകാരിലുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാരിലുണ്ടോ? നാട്ടുകാരിലുണ്ടോ? കുടുംബത്തിലുണ്ടോ? നിങ്ങൾ അറിയുന്നവരിലുണ്ടോ? നിങ്ങൾക്ക് റിസ്ക് തരാൻ കഴിവുള്ള, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് തരാൻ കഴിവുള്ള മറ്റൊരാൾ അല്ലാഹുവല്ലാതെ? ആ അല്ലാഹുവിലേക്ക് നമുക്ക് ആവശ്യമുണ്ട് എന്നാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് ആവശ്യമുണ്ട്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ, ആർക്കെങ്കിലും അല്ലാഹു തആല എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരുണ്യം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫലാ മുംസിക ലഹാ, അതിനെ പിടിച്ചു നിർത്താൻ ലോകത്തൊരാൾക്കും സാധ്യമല്ല. ആ കാരുണ്യം അവനിലേക്ക് തുറന്നു വരിക തന്നെ ചെയ്യും, പഠിച്ചവൻ തുറന്നു കൊടുത്താൽ. ഒമാ യുംസിക്, അല്ലാഹു തആല ഒരു കാരുണ്യം വേണ്ടെന്ന് വെച്ച് പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഫലാ മുർസില ലഹു മിൻ ബഅദിഹി, അല്ലാഹുവല്ലാതെ അല്ലാഹ് പിടിച്ചു വെച്ച കാരുണ്യത്തെ ആരിലേക്കും തുറന്നു വിടാൻ മറ്റാർക്കും സാധ്യമല്ല. വഹുവൽ അസീസുൽ ഹകീം, അവൻ ജ്ഞാനിയായ, അവൻ പ്രതാപിയായ നിങ്ങളുടെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവിലേക്ക് യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾക്ക് ആവശ്യമുണ്ട് മനുഷ്യരെ എന്നാണ് അല്ലാഹ് നമ്മളോട് പറയുന്നത്. യാ അയ്യുഹന്നാസ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒരു നേരം തിന്നുന്നതും ഒരു മുറുക്ക് കുടിക്കുന്നതുമെല്ലാം അള്ളാഹു ആകാശത്തിൽ നിന്നോ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നോ ഇറക്കി തന്ന റിസ്കുകളാണ് എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. ആ റിസ്ക് തരുന്ന അള്ളാഹുവിലേക്ക് നമുക്ക് ആവശ്യമില്ലേ? ഉണ്ട് എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. ആ അള്ളാഹുവിന് ആവശ്യമുണ്ടെങ്കിൽ അവനിലേക്ക് നമ്മൾ വരണം. അവൻ ആദരിക്കാൻ പറഞ്ഞതിനെ നാം ആദരിക്കണം. അവൻ മാത്രമാണ് നമ്മുടെ രക്ഷകൻ എന്ന തൗഹീദ് നമ്മൾ അംഗീകരിക്കണം. അവനെ ആദരിക്കാതെ
അവന്റെ കൽപ്പന സ്വീകരിക്കാതെ അവനനുസരിക്കാതെ നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ച് നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ട് എന്ന വിചാരം നാം ഉപേക്ഷിക്കണം. എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, ഒരു നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവസാന ഘട്ടത്തിൽ ദൈവമേ എന്നോ അല്ലെങ്കിൽ ഈശ്വര എന്നോ വിളിക്കാത്ത ഒരാളും ലോകത്തില്ല. കാരണം മനുഷ്യന്റെ ദുരിതങ്ങൾ അകറ്റാൻ അവസാന നിമിഷമെങ്കിലും അള്ളാഹുവിനെ വിളിക്കേണ്ടി വരും. ആ ഒരു അള്ളാഹുവിനെ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, ആ അള്ളാഹുവിലേക്ക് മനുഷ്യരെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അറിവ് നൽകാൻ അക്ഷരബോധം ഉണ്ടാക്കി തന്ന പഠിച്ചവൻ, നമുക്ക് മറ്റുള്ള കഴിവുകൾ നൽകിയ പഠിച്ചവൻ, ബുദ്ധി സാമർഥ്യം നൽകിയ പഠിച്ചവൻ, കേൾവിയും കാഴ്ചയും നൽകിയ പഠിച്ചവൻ, ഇതൊക്കെ നൽകാത്തവർക്ക് എന്തേ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ. കേൾക്കാത്ത കുഞ്ഞിന് രക്ഷപ്പെടുത്താൻ മാതാപിതാക്കൾക്കോ ലോകത്താർക്കും കഴിയുന്നില്ല. കാണാത്ത അന്ധന് കാഴ്ച കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല. ബുദ്ധിയില്ലാത്ത ആളിന് വിശേഷ ബുദ്ധി കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല. നമുക്കതൊക്കെ അല്ലാഹു തആല തന്നിട്ടും അള്ളാഹുവിലേക്ക് ആവശ്യമില്ലാതെ നമ്മൾ തോന്നിയ പോലെ നടക്കുകയാണെങ്കിൽ വീണ്ടും നമ്മൾ കേൾക്കണം, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, മനുഷ്യരെ നിങ്ങൾക്ക് അള്ളാഹുവിനെ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ മാപ്പ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ എത്രയാണെങ്കിൽ പോലും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ ശരീരത്തിൽ നമ്മൾ കാണുന്നതും കാണാത്തതുമായ അള്ളാഹുവിന്റെ നിയമത്തിന്റെ അനുഗ്രഹത്തിന്റെ 100 അയലത്ത് പോലും എത്താവുന്നതല്ല നമ്മൾ അള്ളാഹുവിന് കൊടുക്കുന്ന സ്തുതികീർത്തനങ്ങളും ഇബാദത്തുകളും ഒക്കെ തന്നെ. അപ്പൊ പിന്നെ നമ്മിൽ നിന്ന് വരുന്ന പാകപ്പിഴവുകൾക്കും തെറ്റുകൾക്കും അള്ളാഹു മാപ്പാക്കി തന്നില്ലെങ്കിൽ ആരും നമുക്ക് മാപ്പ് ചെയ്തു തരാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിന്റെ റഹ്മത്ത്, മാപ്പ് അവരിലേക്ക് നമുക്ക് വേണം. വഇല്ലാ തഗ്ഫിർലി വതർഹംനി ലഅകൂനന്ന മിനൽ ഖാസിരീൻ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ എന്നോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും, നട്ടക്കാരിലാകും എന്ന് പറയുകയല്ലാതെ നമുക്ക് നിവൃത്തിയില്ല. അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് കഷ്ടപ്പെടുന്ന മനുഷ്യന്മാരെ സഹായിക്കാൻ, അതുപോലെ വാർദ്ധക്യത്തിലെത്തിയവരെ സഹായിക്കാൻ, രോഗികളും ബുദ്ധിമുട്ടും വന്നിരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്തു കൊടുക്കാൻ, അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ മുതിർന്നവർക്കും സഹായം ആവശ്യമുള്ളവർക്കും നല്ല വാക്കുകൾ കൊണ്ടെങ്കിലും സഹായം കൊടുക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഈ ആയുസ്സിനെ ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മളെ രക്ഷിക്കാൻ ഒരാളും വരില്ല, പടച്ചവൻ മാത്രമല്ലാതെ. ആ പടച്ചവനിലേക്ക് കേടിച്ചു മടങ്ങാനാണ് അള്ളാഹു തആല ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇതനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من اتبعهم بإحسان إلى يوم الدين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം, തിന്മകളെ നിങ്ങൾ കരുതിയിരിക്കണം, ജീവിതത്തിൽ നിർബന്ധമായും അള്ളാഹുവിന്റെ കൽപ്പനകൾ നിങ്ങൾ ചെയ്യേണ്ടത്, അതിൽ വീഴ്ച വരുത്താതിരിക്കണം, ഇസ്ലാമികമായ അച്ചടക്കങ്ങളും മര്യാദകളും നിങ്ങൾ പാലിക്കണം. ഇന്നക്കും മഹ്ശൂറൂന ഇലല്ലാഹി ഹുഫാത്തൻ ഉറാത്തൻ ഉർലൻ കമാ ബദഅകും തഊദൂൻ. നിങ്ങളിപ്പോൾ നല്ല പ്രഗൽഭന്മാരാണ് മനുഷ്യരെ, നിങ്ങൾ കഴിവുള്ളവരാണ്, കണ്ണും കാതും കേൾവിയും ഉള്ളവരാണ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് ഇന്നക്കും മഹ്ശൂറൂന ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചൊരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാത്തൻ, അന്ന് കാലിന്മേൽ ഷൂ ഉണ്ടാവില്ല.
ചെരുപ്പുണ്ടാവില്ല, ഷോക്സ് ഉണ്ടാവില്ല. ഈ പ്രൗഢമായ അവസ്ഥ ഉണ്ടാവാത്ത ആ ഒരവസ്ഥ രീതിയിൽ ഉറാത്തൻ നഗനന്മാരായിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിച്ചൊരുമിച്ച് കൂട്ടപ്പെടും. ഉർലൻ ചേലാകർമ്മം പോലും ചെയ്യാത്ത ആ പഴയ അവസ്ഥയിലേക്ക് നിങ്ങൾ അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോകും. കമാ ബദഅക്കും തഊദൂൻ, എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ തുടങ്ങിയത്, ആ തുടങ്ങിയ ഇടത്തേക്ക് തന്നെ അല്ലാഹു തആല നിങ്ങളെ മടക്കും പരലോകത്ത്. അലാ ഇന്ന അവ്വലൽ ഖൽഖി യുക്സാ യൗമൽ ഖിയാമത്തി, ഇബ്രാഹിം അലൈഹിസ്സലാം പരലോകത്ത് ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. ഒരു വിവരം അല്ലാഹു പഠിപ്പിച്ചു, ഇബ്രാഹിമിന്റെ അലൈഹിസ്സലാമിന്റെ മഹത്വം. രണ്ടാമത് പറഞ്ഞു, അലാ വഇന്നഹു സയുജാഉ ബിരിജാലിൻ മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ കുറച്ച് ആളുകളെ അല്ലാഹു തആല കൊണ്ടുവരും, മലക്കുകളുടെ കൈക്ക് അവർ കൊണ്ടുവരപ്പെടും. എന്നിട്ടോ അവരെ തിന്മയുടെ ഭാഗത്തേക്കാണ്, നരകത്തിന്റെ ഭാഗത്തേക്കാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. ഞാൻ പറയും, യാ റബ്ബി ഉമ്മത്തി, റബ്ബേ എന്റെ സമുദായമാണ്, ഷഹാദത്ത് കലിമയെ ചൊല്ലിയവരാണ്, മുസ്ലിമീങ്ങളാണ്, ഇന്ന ആളുകളാണ്, അവരൊക്കെ നല്ല ആളുകൾ എന്നാണല്ലോ വിചാരിച്ചിരുന്നത്, അവരെ എങ്ങനെയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അല്ലാഹു തആലാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു മറുപടി കിട്ടും. ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക, നിന്റെ ശേഷം അവരെന്തൊക്കെ ചെയ്തു എന്ന് നിനക്ക് അറിഞ്ഞുകൂടാ മുഹമ്മദ് നബിയെ. അവർ നിന്നിൽ വിശ്വസിച്ചവരായിരുന്നു, നിന്റെ ജാതിക്കാരായിരുന്നു, അവർ ശുദ്ധ മുസ്ലിമീങ്ങളാണെന്ന് പറഞ്ഞ് നടക്കുന്നവരായിരുന്നു. പക്ഷേ നീ പഠിപ്പിച്ച മര്യാദകളും വിശ്വാസങ്ങളും അവർ നിർവഹിച്ചില്ല. നീ പഠിപ്പിച്ച ആരാധനകളിൽ അവർ മുഴുകിയില്ല. ആ നിലക്കല്ല അവർ പ്രവർത്തിച്ചത്. കാലത്തിനനുസരിച്ച് അവർ ജീവിച്ചു, തോന്നിവാസികളായി ജീവിച്ചു. അതുകൊണ്ട് നിന്റെ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ മറ്റുള്ളവരെ പോലെ കൂട്ടാൻ അവരെ പറ്റില്ല, അവർ നരകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഞാൻ പറയും, സുഹഖൻ സുഹഖൻ ലിമൻ ബദ്ദല ദീനി മിൻ ബഅദി, എന്റെ ശേഷം എന്റെ ദീനിനെ മാറ്റിമറിച്ചവർക്ക് നാശം നാശം, അവർ അകലെ പോയിക്കോട്ടെ എന്ന് പറയേണ്ടി വരും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളിൽ നിന്ന് കൈയൊഴിയുന്ന ഒരു ദിവസത്തെ അല്ലാഹു പഠിപ്പിക്കുന്നു. സഹോദരനെ, അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായി മാറുക. നമ്മൾ വിശ്വാസികളാണെങ്കിൽ ആ വിശ്വാസത്തിൽ നമുക്ക് നിർബന്ധമായ നമ്മുടെ വിശ്വാസത്തിലെ കൃത്യമായ കാര്യങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ സംസ്കാരം, നമ്മുടെ മര്യാദ, നമ്മുടെ സത്യസന്ധത, ആദരിക്കേണ്ടവയെ ആദരിച്ചും സഹായിക്കേണ്ടവരെ സഹായിച്ചും അതുപോലെ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചും കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ധാരാളം ആളുകൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കൊക്കെ അള്ളാഹു തആല ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ അള്ളാഹു തആല സ്വർഗലോകത്ത് നാളെ നമ്മെയും അവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യാ അർഹമർ റഹീമീൻ.